മധുരൈ ട്രിപ്പിൻ്റെ അടുത്ത വീഡിയോ ഇടാൻ കുറച്ച് താമസമായിപ്പോയി. അതായത് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ട് ഇതിൽ കാണാം. മധുര മീനാക്ഷി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഏത് സ്ഥലത്തിനെ പോയതെന്ന് അറിയണ്ടേ. സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ച്, ആ വഴി കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇതാ ഈ കാണുന്നതാണ് തിരുമലൈ നായക്കർ മഹാൽ, അതായത് ഇവിടുത്തെ പാലസ്. ഇത് 1636 രാജാവ് തിരുമല നായക്കരാണ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇത് ഇവിടുത്തെ രാജാവ് തിരുമല നായക്കരുടെ സ്റ്റാച്ചു ആണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം മോർണിംഗ് 9 to ഈവനിങ് 5 വരെ ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ടിക്കറ്റിൻ്റെ വിവരം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അഡൾട്ട്, ഫോറിൻ അഡൾട്ട്, സ്റ്റിൽ ക്യാമറ, വീഡിയോ ക്യാമറ എല്ലാത്തിൻ്റെയും ഇതിലുണ്ട്. വെൽക്കം ടു ഇൻസൈഡ്. നേരിട്ട് പോയാൽ എന്താണോ കാണാൻ കിട്ടുന്നത് അത് തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഈ കൊട്ടാരത്തിൽ വലിയ അർച്ചസ് ആൻഡ് വലിയ റൂഫ് ഇതൊക്കെ കാണാൻ പറ്റും. ഇതോ ഈ കാണുന്നതാണ് ഇൻഡോ സാരസാനിക് ആൻഡ് ദ്രാവിഡിയൻ ശൈലിയുള്ള വാസ്തുവിദ്യ, അതായത് ആർക്കിടെക്ചർ. വിനോദസഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാനും ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഇത് ഒരു പ്രശസ്തമായ പ്ലേസാണ്. ശരിക്കും ഇവിടെ ഓരോ തൂണുകളും അത്ര വലിപ്പമുണ്ട്. നമ്മുടെ ഈ 2 കൈയൊക്കെ ഒന്ന് പോരാ, എന്തായാലും 4 ആളെങ്കിൽ വേണ്ടി വരും റൗണ്ട് അപ്പ് ചെയ്യാൻ വേണ്ടി. ഈ കാണുന്ന ഡിസൈനൊക്കെ ഞാൻ കണ്ണുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാത്ത കൊണ്ടാണ് മൊബൈലിൽ ഷൂട്ടാക്കിയത്. ബിക്കോസ് അത്ര ചെറുതായിട്ട് അത്ര ഭംഗിയുള്ള കുറേ ലോങ് ഡിസ്റ്റൻസിലുള്ള ഡിസൈനാണ്. അപ്പോൾ മൊബൈൽ എടുത്തപ്പോൾ ഈസിയായിട്ട് കിട്ടി. മധുരൈ മീനാക്ഷി ടു 9 കിലോമീറ്റർ ലോങ് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ പാലസിലേക്ക്. ഞാൻ ഈ പ്ലേസ് കാണുമ്പോൾ എനിക്ക് ഏകദേശം മൈസൂർ പാലസിനെ ആ രീതിയിലാണ് കാണുന്ന പോലെ എനിക്ക് തോന്നിയത്. ചെറുതായിട്ട് ആ ഒരു ചായ ഉണ്ട്. ഇവിടുത്തെ രാജാവ് തിരുമല നായക്കർ ജനിച്ചത് 1584. ഇനി രാജാവിൻ്റെ രാജസീറ്റ് നോക്കാം. ഇതാണ് റോയൽ ചെയർ. ഇവിടെ മ്യൂസിയം പോലെയുള്ള ചരിത്രത്തെ ബന്ധപ്പെടുന്ന ചില മെറ്റീരിയൽസ് കാണാൻ കിട്ടും. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ഇവിടുത്തെ സ്റ്റോറി കഴിഞ്ഞു. നെക്സ്റ്റ് എങ്ങോട്ടാ പോയതെന്ന് ഇതിൽ തന്നെ കാണിച്ചേക്കാം. പോകുന്ന വഴിയിലാണ് ഇതൊക്കെ കണ്ടത്. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയണം. ഈ കാണുന്ന തൂണിലൊക്കെ ഇഷ്ടംപോലെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ്. ഈ ഹോട്ടായ വെതറിൽ എന്തെങ്കിലും കുടിച്ചേ പറ്റൂ ഗൈസ്. അങ്ങനെ നമ്മൾ പോയതാണ് നെക്സ്റ്റ് മധുരൈ ദ ഫേമസ് ജിഗർദണ്ഡ ഷോപ്പ്. ഇതാ ഈ കാണുന്നതാണ് ആ ഷോപ്പ്. അങ്ങനെ ഷോപ്പിൽ കയറി ജിഗർദണ്ഡ വാങ്ങി കുടിച്ചു, എന്നിട്ട് ഇറങ്ങി. ഓക്കെ ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാം. ഇത് അവിൽ മിൽക്കും അല്ല പായസം അങ്ങനെ ഏതോ ഒരു രുചിയാണിത്. കുറച്ച് കോൾഡ്. ഓക്കെ, കൊള്ളാം. ജിഗർദണ്ഡ അല്ലേ, പേരും പറഞ്ഞുകൊണ്ട് കുടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ. പോയി വന്നു എവിടെ വരെ എത്തി. അങ്ങനെ വന്ന വഴിയാണ് ബണ്ണാരി അമ്മൻ അമ്പലം. എന്നിട്ട് ബണ്ണാരി അമ്മൻ ടെമ്പിൾ കയറി ദേവിനെ തൊഴുതു. എന്നിട്ട് പ്രസാദം വാങ്ങി
റിട്ടേൺ കൊടകിലേക്ക് വിട്ടു. ഓക്കെ ഗൈസ്, ബൈ. Ta-da!